നമസ്കാരം, CCTV വാർത്തയിലേക്ക് സ്വാഗതം. ആദ്യം തിരഞ്ഞെടുപ്പ് വിശേഷം. നിയമസഭാ തിരഞ്ഞെടുപ്പിലേക്കുള്ള കുതിച്ചുചാട്ടത്തിന്റെ തുടക്കമായിരിക്കും തദ്ദേശ തിരഞ്ഞെടുപ്പ് ഫലമെന്ന് KPCC മുൻ പ്രസിഡന്റ് VM സുധീരൻ. കണ്ടാണശ്ശേരിയിൽ UDF കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത ശേഷം CCTVയോട് പ്രതികരിക്കുകയായിരുന്നു സുധീരൻ. ഈ തിരഞ്ഞെടുപ്പിൽ ജനവികാരം UDFന് അനുകൂലമാണ്. ജനങ്ങൾ മാറ്റം ആഗ്രഹിക്കുന്നുണ്ട്. മഹാഭൂരിപക്ഷം വരുന്ന ത്രിതല പഞ്ചായത്ത് നഗരസഭാ സംവിധാനത്തെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാതെ അതിന്റെ മൂല്യം പോലും തകർത്തുകളഞ്ഞ CPM നേതൃത്വത്തിലുള്ള ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ദുർഭരണത്തിനെതിരെ BJPയുടെ ദുർഭരണത്തിനെതിരെ ശക്തമായ ഒരു വികാരം ജനമനസ്സിൽ ഉയർന്നിട്ടുണ്ട്. സംസ്ഥാന തലത്തിൽ മാറ്റമുണ്ടാകണം, കേന്ദ്രത്തിൽ ഒരു മാറ്റമുണ്ടാകണമെന്ന് ജനങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. വലിയ രാഷ്ട്രീയ മാറ്റത്തിനുള്ള നല്ലൊരു മുന്നേറ്റത്തിന് ഏറ്റവും ആവേശകരമായ തുടക്കമാണ് പഞ്ചായത്ത് നഗരസഭാ തിരഞ്ഞെടുപ്പെന്നും സുധീരൻ കൂട്ടിച്ചേർത്തു. ഈ തെരഞ്ഞെടുപ്പിൽ ജനവികാരം UDFന് അനുകൂലമാണ്. ജനങ്ങൾ മാറ്റം ആഗ്രഹിക്കുന്നു. മഹാഭൂരിപക്ഷം വരുന്ന ത്രിതല പഞ്ചായത്ത് നഗരസഭാ സംവിധാനത്തെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാത്ത, അധികാര വികേന്ദ്രീകരണത്തിന്റെ അന്തസത്ത പോലും തകർത്ത് കളഞ്ഞ CPM നേതൃത്വത്തിലുള്ള ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ദുർഭരണത്തിനെതിരെ, അതുപോലെ BJPയുടെ ദുർഭരണത്തിനെതിരെ ശക്തമായൊരു വികാരം ജനമനസ്സിൽ ഉയർന്നിട്ടുണ്ട്. സംസ്ഥാനത്തൊരു മാറ്റമുണ്ടാകണം, കേന്ദ്രത്തിലൊരു മാറ്റമുണ്ടാകണം എന്ന് ജനങ്ങൾ ആഗ്രഹിക്കുന്നു. വലിയൊരു മാറ്റത്തിന് വേണ്ടിയുള്ള, രാഷ്ട്രീയ മാറ്റത്തിന് വേണ്ടിയുള്ള നല്ലൊരു മുന്നേറ്റത്തിന്റെ ഏറ്റവും ആവേശകരമായ തുടക്കമാണ് ഈ പഞ്ചായത്ത് നഗരപാലിക നഗരസഭ തെരഞ്ഞെടുപ്പ്. സംസ്ഥാന ഭരണത്തിലേക്കുള്ള ഒരു കുതിപ്പിന്റെ കുതിച്ചുചാട്ടത്തിന്റെ തുടക്കം. ചാവക്കാട് തിരുവത്ര കുഞ്ചേരി 4-ാം വാർഡിലെ BJP സ്ഥാനാർത്ഥിയുടെ തിരഞ്ഞെടുപ്പ് ഫ്ലക്സ് ബോർഡ് സാമൂഹ്യ വിരുദ്ധർ നശിപ്പിച്ചു. കഴിഞ്ഞ ദിവസം രാത്രിയിലാണ് സംഭവം. BJP സ്ഥാനാർത്ഥി ഷർമിള ഗണേഷിന്റെ ഫ്ലക്സ് ബോർഡാണ് നശിപ്പിച്ചത്. സംഭവത്തിൽ BJP 4-ാം വാർഡ് കമ്മിറ്റി പ്രതിഷേധിച്ചു. TB സലീഷ്, TR ഗണേശൻ, TN മോഹനൻ, MD ദിവാകരൻ, TN വിജയൻ എന്നിവർ സംസാരിച്ചു. നമ്മുടെ വാർഡിൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി എന്ന് പറയുമ്പോൾ നമ്മൾക്കത് വിശ്വസിക്കാൻ പറ്റുന്നില്ല. കാരണം ഏകോദര സഹോദരന്മാരെ പോലെ ഇവിടുത്തെ എല്ലാ പാർട്ടിയിൽപ്പെട്ടവരും കൂടിയിട്ട് നടത്തുന്ന ഒരു ക്ലബ്ബുണ്ട്, യുവസാരഥി എന്ന് പറയുന്ന. അതിലും അതേപോലെ തന്നെ തോളോട് തോൾ ചേർന്ന് നിന്നിട്ടാണ് ഞങ്ങളെല്ലാവരും പ്രവർത്തിക്കാറ്. അങ്ങനത്തെ ഈ ഒരു നാട്ടിൽ ഇങ്ങനെ ഒരു വിഷയം ഉണ്ടായതിൽ വളരെയധികം വിഷമമുണ്ട്. നരേന്ദ്രമോദിയുടെ വികസന പ്രവർത്തനങ്ങൾ ഈ ഭാരതം മുഴുവൻ പന്തലിക്കുമ്പോൾ നാം മാത്രം എന്തിനു മാറി നിൽക്കണം എന്ന ഒരു ചിന്ത ഈ വാർഡിലും വന്നിട്ടുണ്ട്. അതിൻ്റെ ഒരു എന്താ പറയുക, ഒരു മാനസിക വിഷമമായിരിക്കും ചിലപ്പോൾ ഇവരെ കൊണ്ട് ഇതൊക്കെ ചെയ്യിപ്പിക്കുന്നത്. മറ്റു വാർത്തകളിലേക്ക്. പ്രസിദ്ധമായ കടവല്ലൂർ അന്യോന്യം സമാപിച്ചു. സമാപന സമ്മേളനം കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് K. രവീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. അന്യോന്യ പരിഷത്ത് സെക്രട്ടറി കാണിപ്പയ്യൂർ കൃഷ്ണൻ നമ്പൂതിരിപ്പാട് അധ്യക്ഷത വഹിച്ചു. നാറാസ് നാരായണൻ നമ്പൂതിരി, ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥരായ സുനിൽ കർത്ത, M. മനോജ് കുമാർ, അഖിൽ നന്ദകുമാർ, പരിഷത്ത് പ്രസിഡന്റ് വടക്കുംപാട് നാരായണൻ, വൈസ് പ്രസിഡന്റ് രാമനുണ്ണി, ജോയിന്റ് സെക്രട്ടറി PB ബിജു എന്നിവർ സംസാരിച്ചു. തുടർന്ന് വേദജ്ഞരായ തൃശൂർ യോഗത്തിലെ തിരുത്തുമുക്ക് നാരായണൻ നമ്പൂതിരി, തിരുനാവായ യോഗത്തിലെ എടപ്പുലിയടം ബിജേഷ് നമ്പൂതിരി എന്നിവരെ ആദരിച്ചു. വേദപഠനത്തിൽ മികവ് പുലർത്തുകയും അന്യോന്യത്തിൽ മികച്ച പ്രകടനം നടത്തുകയും ചെയ്യുന്ന വിദ്യാർത്ഥിക്ക് നൽകുന്ന കരുവാട്ട് വാസുദേവൻ ഭട്ടതിരിപ്പാടിന്റെ നാമധേയത്തിലുള്ള പുരസ്കാരം വടക്കുംപാട് ഹരിനന്ദൻ നമ്പൂതിരിക്ക് സമർപ്പിച്ചു. കഴിഞ്ഞ 36 വർഷമായി അന്യോന്യത്തിനാവശ്യമായി വരുന്ന പുഷ്പങ്ങൾ വഴിപാടായി സമർപ്പിക്കുന്ന ഗുരുവായൂരിലെ പുഷ്പവ്യാപാരിയായ കടവലൂർ ചക്രാട്ട് രമണനെയും ചടങ്ങിൽ ഉപഹാരം നൽകി ആദരിച്ചു. തുടർന്ന് കോട്ടക്കൽ PSV നാട്യസംഘം അവതരിപ്പിച്ച ലവണാസുരവധം കഥകളിയുമുണ്ടായിരുന്നു. ഏകാദശിയുടെ ഭാഗമായി ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഷഷ്ഠി വിളക്ക് തെളിഞ്ഞു. അഷ്ടമി വിളക്കായ വെള്ളിയാഴ്ച മുതൽ സ്വർണ്ണക്കോലം എഴുന്നള്ളിക്കും. മാണിക്കത്ത് ചന്ദ്രശേഖര മേനോന്റെ വകയായാണ് ഷഷ്ഠി വിളക്ക് ആഘോഷിച്ചത്. പുരാതന കാലം മുതലേയുള്ള വിളക്കാണിത്. മാണിക്കത്ത് തറവാടിന് ക്ഷേത്രത്തിന്റെ ഉടമയായിരുന്ന സാമൂതിരി രാജവംശവുമായി ബന്ധമുണ്ടായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. രാത്രി ഇടയ്ക്ക നാഗസ്വരമേളത്തിന്റെ അകമ്പടിയിൽ വിളക്കെഴുന്നള്ളിപ്പ് നടന്നു. ഏകാദശിയുടെ ഭാഗമായി മേൽപുത്തൂർ ഓഡിറ്റോറിയത്തിലെ ചെമ്പൈ സംഗീതോത്സവ വേദിയിലെ സ്പെഷ്യൽ കച്ചേരികൾ സമാപിച്ചു. വിളക്കാഘോഷത്തിന്റെ 27ാം ദിവസമായ ഇന്ന്
നെന്മിനിമന വക സപ്തമി വിളക്കാണ്. നെന്മിനിമനയിലെ NC രാമൻ ഭട്ടതിരിപ്പാടിൻ്റെ പേരിലാണ് വിളക്ക് ആഘോഷിക്കുന്നത്. സ്വന്തം പറമ്പിലെ നാളികേരം മാത്രം ഉപയോഗിച്ച് തയ്യാറാക്കിയ വെളിച്ചെണ്ണയിലാണ് ക്ഷേത്രത്തിനകത്തെ മുഴുവൻ വിളക്കുകളും തെളിയുന്നത്. അഷ്ടമി വിളക്ക് ദിനമായ വെള്ളിയാഴ്ച മുതൽ സ്വർണ്ണക്കോലത്തിൻ്റെ പ്രൗഢിയിലാണ് ഗുരുവായൂരപ്പൻ്റെ എഴുന്നള്ളത്ത്. ഏകാദശി വരെയുള്ള 4 ദിവസവും സ്വർണ്ണക്കോലമാണ് എഴുന്നള്ളിക്കുക. 10ലേറെ വാദ്യോപകരണങ്ങളോടെ അവതരിപ്പിച്ച താളവാദ്യ സമന്വയം ചെമ്പൈ സംഗീതോത്സവ വേദിക്ക് വേറിട്ട നാദമധുരമായി. ഗുരുവായൂർ ദേവസ്വം വാദ്യവിദ്യാലയത്തിലെ ഗുരുക്കന്മാർ ചേർന്നാണ് താളവാദ്യ സമന്വയം അവതരിപ്പിച്ചത്. കൃഷ്ണായ വാസുദേവായ ദേവകീ കർണാട്ടിക് വായ്പാട്ടുകളിലും ഉപകരണ സംഗീതവാദനത്തിലും മതിമറന്നിരിക്കുന്ന ചെമ്പൈ സംഗീതോത്സവ വേദിക്ക് താളവാദ്യ സമന്വയം വേറിട്ട അനുഭവമായി. പ്രിൻസിപ്പാൾ TV ശിവദാസൻ നാഗസ്വരം വായിച്ച് വാദ്യപരിപാടി നയിച്ചു. ജ്യോതിദാസ് ഗുരുവായൂർ അഷ്ടപതിയിലും ഗുരുവായൂർ ശശിമാരാർ ഇടക്കയിലും ഗുരുവായൂർ നാരായണൻ വയലിനിലും ചവറ കണ്ണൻ തകിലിലും കലാമണ്ഡലം അനന്തകൃഷ്ണൻ മദ്ദളത്തിലും കലാനിലയം ജയകൃഷ്ണൻ തിമിലയിലും കലാമണ്ഡലം രതീഷ് ചെണ്ടയിലുമായി അണിനിരന്നു. കലാനിലയം വിശ്വനാഥൻ കൊമ്പും കലാനിലയം അജിത് കുമാർ കുഴലും കൈകാര്യം ചെയ്തു. നടനത്തിന്റെ അഭാവത്തിലും രസഭാവങ്ങൾ കൈവിടാതെ കൃഷ്ണനാട്ട പദ കച്ചേരിയും സംഗീതോത്സവ വേദിക്ക് രസാനുഭൂതി പകർന്നു. ഗുരുവായൂരിന്റെ സ്വന്തം നടനരൂപമായ കൃഷ്ണനാട്ടത്തിന്റെ പദ്യരൂപമാണ് ക്ഷേത്ര കലാനിലയം കലാകാരന്മാർ കൃഷ്ണനാട്ട പദ കച്ചേരിയിൽ അവതരിപ്പിച്ചത്. SP കൃഷ്ണകുമാർ, KM ശ്രീകുമാർ എന്നിവർ പാട്ടിന് നേതൃത്വം നൽകി. P രാധാകൃഷ്ണൻ ആശാൻ ശുദ്ധ മദ്ദളവും CD ഉണ്ണികൃഷ്ണൻ തൊപ്പി മദ്ദളവും സുധാകരൻ ഇടയ്ക്കയും അവതരിപ്പിച്ചു. ഡോക്ടർ ബേബി ശ്രീറാമിന്റെ കച്ചേരിയും ആകർഷകമായി. സംഗീതോത്സവ വേദിയിൽ രാത്രി നടക്കാറുള്ള വിശേഷാൽ കച്ചേരി സമാപിച്ചു. ഇനി ഏകാദശി വരെ റിലേ കച്ചേരിയാണ്. 15 ദിവസങ്ങളിലായി നടന്നുവരുന്ന സംഗീതോത്സവം ഏകാദശി ദിവസമായ ഡിസംബർ 1 സമാപിക്കും. ബൈക്കിൽ സഞ്ചരിച്ചിരുന്ന ദമ്പതികളെ ഇടിച്ചു വീഴ്ത്തി നിർത്താതെ പോയ കാർ ഡ്രൈവറെ എരുമപ്പെട്ടി പോലീസ് പിടികൂടി. മേലെ പട്ടാമ്പി വയസ്സത്തൊടി വീട്ടിൽ 54 വയസ്സുള്ള സുബേറിനെയാണ് എരുമപ്പെട്ടി ഇൻസ്പെക്ടർ അനീഷ് കുമാറിന്റെ നേതൃത്വത്തിൽ പോലീസ് അറസ്റ്റ് ചെയ്തത്. കഴിഞ്ഞ 23-ാം തീയതി കേച്ചേരിയാക്കിക്കാവ് ബൈപ്പാസ് റോഡിൽ വച്ചായിരുന്നു സംഭവം. ചൊവ്വന്നൂർ വെള്ളിത്തുരുത്തി ചിറളയത്ത് മുകുന്ദൻ സുജാത ദമ്പതികൾ സഞ്ചരിച്ചിരുന്ന ബൈക്കിൽ സുബേർ ഓടിച്ചിരുന്ന കാർ ഇടിക്കുകയായിരുന്നു. അപകടമുണ്ടായിട്ടും കാർ നിർത്താൻ തയ്യാറാകാതെ സുബേർ കടന്നുകളയുകയായിരുന്നു. തുടർന്ന് എരുമപ്പെട്ടി പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് ഇയാളെ തിരിച്ചറിഞ്ഞ് പട്ടാമ്പിയിൽ നിന്ന് അറസ്റ്റ് ചെയ്തത്. കാറും കസ്റ്റഡിയിലെടുത്തു. SI ആസിഫ്, CPOമാരായ പ്രവീൺ, നിബിൻ, അലക്സ് എന്നിവരും അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നു. പുന്നയൂർ എരിമ്മൽ ഭഗവതി ക്ഷേത്രത്തിൽ മോഷണം. ഭണ്ഡാരങ്ങൾ പൊളിച്ച് പണം കവർന്നു. 10,000 രൂപ നഷ്ടപ്പെട്ടതായി കണക്കാക്കുന്നു. തിടപ്പള്ളിയുടെ വാതിൽ, ഓഫീസ് റൂം, പൂട്ട് എന്നിവയും പൊളിച്ചിട്ടുണ്ട്. പുലർച്ചെ 5 മണിയോടെ ക്ഷേത്രം തുറക്കാനെത്തിയ പൂജാരിയാണ് മോഷണ വിവരം ആദ്യം അറിഞ്ഞത്. ഉടൻ തന്നെ ക്ഷേത്രം ഭാരവാഹികളെ വിവരം അറിയിക്കുകയും ക്ഷേത്രം ഭാരവാഹികൾ ഗുരുവായൂർ പോലീസിൽ അറിയിച്ചതിനെ തുടർന്ന് പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു. പഴഞ്ഞി പെരുന്തുരുത്തിയിൽ DYFI പ്രവർത്തകർ സ്ഥാപിച്ച ബസ് കാത്തിരിപ്പ് കേന്ദ്രം തകർത്ത നിലയിൽ. ഇന്ന് രാവിലെയാണ് ബസ് കാത്തിരിപ്പ് കേന്ദ്രം തകർത്ത നിലയിൽ കണ്ടത്. CPM നേതാവ് യൂസഫിന്റെ സ്മരണയ്ക്കായാണ് ബസ് കാത്തിരിപ്പ് കേന്ദ്രം 15 വർഷങ്ങൾക്ക് മുമ്പ് നിർമ്മിച്ചത്. നിർമ്മാണ സമയത്ത് മേഖലയിൽ തർക്കം നിലനിന്നിരുന്നതായി പറയുന്നു. ബസ് സ്റ്റോപ്പിന്റെ മുകൾ വശത്തെ ഷീറ്റുകൾ നേരത്തെ തന്നെ തകർത്തിരുന്നു. സംഭവത്തിൽ കുന്നംകുളം പോലീസിൽ പരാതി നൽകുമെന്ന് മേഖലയിലെ CPIM നേതൃത്വം അറിയിച്ചു. കളഞ്ഞുകിട്ടിയ 25,000 രൂപയും പാസ്പോർട്ടും അടങ്ങിയ പേഴ്സ് ഉടമയ്ക്ക് തിരിച്ചു നൽകി യുവാവ് മാതൃകയായി. ഗുരുവായൂർ ക്ഷേത്ര ദർശനത്തിനായി കോഴിക്കോട് നിന്നും എത്തിയ ഷെമ്മി ഗണേഷ് എന്ന യുവതിയുടെ പേഴ്സാണ് നഷ്ടപ്പെട്ടത്. യുവതി പോലീസിൽ പരാതി നൽകിയിരുന്നു. മുരളീകൃഷ്ണ ഹോട്ടലിലെ തൊഴിലാളിയായ സുരേന്ദ്രന് പേഴ്സ് കിട്ടുകയും ഉടമ തിരക്കി വരാത്തതിനെ തുടർന്ന് പോലീസ് സ്റ്റേഷനിൽ നേരിട്ടെത്തി ഏൽപ്പിക്കുകയുമായിരുന്നു.
ഉടനെ ഉടമസ്ഥയെ വിളിച്ചറിയിക്കുകയും പേഴ്സ് കൈമാറുകയും ചെയ്തു. പെങ്ങാമുക്ക് സെന്റ് പീറ്റേഴ്സ് ആൻഡ് സെന്റ് പോൾസ് യാക്കോബയ്യ പള്ളിയിൽ പരിശുദ്ധനായ മോർ യാക്കോബ് മഫ്സ്കോ സഹദായുടെ 1604 ഓർമ്മ പെരുന്നാൾ ആചരിച്ചു. MYM യൂത്ത് അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ സുവിശേഷ യോഗവും ഉണ്ടായിരുന്നു. മാണിരാജൻ കോർ എപ്പിസ്കോപ്പ, ഫാദർ ബിജു മുങ്ങാംകുന്നേൽ, ഫാദർ മാത്യു ഈരാളിൽ എന്നിവർ സുവിശേഷ പ്രസംഗം നടത്തി. 3 ദിവസവും ഗാനശുശ്രൂഷ, അത്താഴ സദ്യ എന്നിവ ഉണ്ടായിരുന്നു. പെരുന്നാൾ ദിവസമായ നവംബർ 27 രാവിലെ 6:30 പ്രഭാത നമസ്കാരവും തുടർന്ന് വിശുദ്ധ കുർബാനയും നടത്തി. വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം തിരുശേഷിപ്പ് സ്ഥാപിത കുരിശുപള്ളിയിലേക്ക് പ്രദക്ഷിണവും ആശീർവാദവും നേർച്ച വിളമ്പലും നടന്നു. പെരുന്നാളിന് ഫാദർ മാത്യു ഈരാളിൽ കാർമ്മികത്വം വഹിച്ചു. ഫാദർ ജയേഷ് ജേക്കബ് പുലിക്കോട്ടിൽ സന്നിഹിതനായിരുന്നു. പള്ളി വികാരി ഫാദർ ബേസിൽ കൊല്ലാർമാലി, ട്രസ്റ്റി സോജൻ KJ, സെക്രട്ടറി അരുൺ T. രാജൻ, ജോയിന്റ് സെക്രട്ടറി ജിജോ ജോർജ്, യൂത്ത് അസോസിയേഷൻ ഭാരവാഹികൾ എന്നിവർ നേതൃത്വം നൽകി. കിടങ്ങൂർ വലിയുല്ലാഹി സുൽത്താൻ കുഞ്ഞുമുട്ടി മസ്താനുപ്പാപ്പ തങ്ങളുടെ 51ാമത് ആണ്ട് നേർച്ച വെള്ളി, ശനി, ഞായർ ദിവസങ്ങളിലായി നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. മദനിയ മജ്ലിസ്, ജലാലിയ റാത്തിബ്, ദിക്റുദുആ മജ്ലിസ് പ്രഭാഷണം, റിഫായി റാത്തിബ്, ബുർദ മജ്ലിസ്, വിദ്യാർത്ഥികളുടെ കലാപരിപാടികൾ, സാംസ്കാരിക സമ്മേളനം, ഭക്ഷണ വിതരണം തുടങ്ങിയ പരിപാടികളോടെയാണ് കിടങ്ങൂർ മഖാം ഷെരീഫിൽ ആണ്ട് നേർച്ചയും സ്വലാത്ത് വാർഷികവും നടക്കുക. വെള്ളിയാഴ്ച രാവിലെ 6-ന് സയ്യിദ് അലി പൂക്കോയത്തങ്ങൾ അൽ ഹൈദ്രോസി പന്നിത്തടം നേതൃത്വം നൽകുന്ന പൈതൃക യാത്രയോടെയാണ് ആണ്ട് നേർച്ചയുടെ ചടങ്ങുകൾക്ക് തുടക്കമാകുക. ഉച്ചതിരിഞ്ഞ് 4-ന് സ്വാഗത സംഘം ചെയർമാൻ മുള്ളൂർക്കര മുഹമ്മദ് അലി സഖാഫി കൊടിയേറ്റം നിർവഹിക്കും. തുടർന്ന് സമൂഹ സിയാറത്ത് നടക്കും. വൈകിട്ട് 6:30 ബുർദ മജ്ലിസും 7 മണിക്ക് മദനീയം ആത്മീയ മജ്ലിസും ഉണ്ടാകും. ശനിയാഴ്ച രാവിലെ 8 മണിക്ക് വിദ്യാർത്ഥികളുടെ കലാപരിപാടികളും ഉച്ചയ്ക്ക് 2-ന് ജലാലിയ റാത്തീബും നടക്കും. ഉച്ചതിരിഞ്ഞ് 4 മണിക്ക് ചേരുന്ന സാംസ്കാരിക സമ്മേളനത്തിന് ശേഷം വൈകിട്ട് 7-ന് സ്വലാത്ത് മജ്ലിസും അനുസ്മരണ പ്രഭാഷണവും രാത്രി 9 മണിക്ക് റിഫായി റാത്തീബും ഉണ്ടാകും. ഞായറാഴ്ച രാവിലെ 9-ന് റാത്തീബ് അത്താസിനും തവസ്സുൽ മജ്ലിസിനും സമാപന ദുആ സമ്മേളനത്തിനും ശേഷം ഉച്ചയ്ക്ക് 12 മണി മുതൽ 2 മണി വരെ നേർച്ച ഭക്ഷണ വിതരണവും ഉണ്ടായിരിക്കും. വാർത്താ സമ്മേളനത്തിൽ ട്രസ്റ്റിന്റെ ഭാരവാഹികളായ CMA കബീർ മാസ്റ്റർ, KC ഹൈദർ കടങ്ങോട്, സമറുദ്ദീൻ നിസാമി, ഹാഫിൽ ജൗഫർ മദനി, ഡോക്ടർ മിസ്ബാഹി അൽ റാഫി പൊന്നാനി എന്നിവർ പങ്കെടുത്തു. പാവറട്ടി സെന്റ് ജോസഫ് തീർത്ഥ കേന്ദ്രത്തിൽ ഫാദർ ഡാനിയേൽ പൂവണ്ണത്തിൽ നയിക്കുന്ന തീരദേശ ബൈബിൾ കൺവെൻഷന് തുടക്കമായി. കൺവെൻഷൻ മാർ ബോസ്കോ പുത്തൂർ ഉദ്ഘാടനം ചെയ്തു. ഫാദർ ആന്റണി ചെമ്പകശ്ശേരി ബൈബിൾ പ്രതിഷ്ഠ നടത്തി. നവംബർ 30 വരെ വൈകിട്ട് 4:30 മുതൽ 9:30 വരെ നടത്തപ്പെടുന്ന കൺവെൻഷനിൽ ആയിരക്കണക്കിന് ഭക്തർ പങ്കെടുക്കും. എരുമപ്പെട്ടി തിപ്പല്ലൂർ ശിവശക്തി വിളക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അയ്യപ്പൻ വിളക്ക് മഹോത്സവം ആഘോഷിച്ചു. മണ്ടമ്പറമ്പ് ശ്രീരാമസ്വാമി ക്ഷേത്രത്തിൽ നിന്നും പാലക്കൊമ്പെഴുന്നള്ളിച്ച് തിപ്പല്ലൂർ ശിവക്ഷേത്രത്തിൽ എത്തിച്ചേർന്നു. തുടർന്ന് നടന്ന വിളക്ക് യോഗത്തിന് മച്ചാട് തങ്കരാജും സംഘവും നേതൃത്വം നൽകി. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. സ്വർണം ഗ്രാമിന് 11,710 രൂപ, പവന് 93,680 രൂപ. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിച്ചത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. വെള്ളി ഗ്രാമിന് 170 രൂപ. ചരമം. ചൊവ്വലൂർ അതിയാരത്ത് സേതുമാധവൻ നായർ നിര്യാതനായി. 75 വയസ്സായിരുന്നു. സംസ്കാരം ഇന്ന് വൈകിട്ട് പാമ്പാടി ഐവർ മഠത്തിൽ നടത്തും. സൗദാമിനിയാണ് ഭാര്യ. സീമ, സൗമ്യ എന്നിവർ മക്കളാണ്. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു.